അപ്പൊ പ്രണയിക്കണമെങ്കിൽ ഒരൽപ്പം സൗന്ദര്യം വേണം. വേണമെന്നില്ല, സൗന്ദര്യം ഇല്ലാത്തതിനെ പ്രണയിക്കും, അത് വേറെ കാര്യം. കരുനാഗപ്പള്ളിക്കാരി റഷീദ എന്ന് പറയുന്ന 45 വയസ്സുകാരി കാമുകന്റെ കൂടെ 3 മക്കളെയും വിട്ടിട്ട് ഒളിച്ചോടി. അവളെ മലപ്പുറത്താണ് കണ്ണൂരെ വെച്ച് കൊട്ടേഷൻ സംഘം കൊടുത്തിട്ടാണ് നമ്മുടെ സലിം രാജ് പിടിക്കാൻ പോയത്. അവിടെ വെച്ചാണ് അയാൾ കുടുങ്ങിയത്. ആ പെണ്ണിന്റെ ഒരു ചിത്രം കോടതിയിൽ കയറുമ്പോൾ ഈ പെണ്ണിന്റെ ഒരു ചിത്രം മലയാള മനോരമയാണെന്ന് തോന്നുന്നു. 45 വയസ്സുള്ള 3 മക്കളുള്ള റഷീദ എന്ന കരുനാഗപ്പള്ളിക്കാരി തന്റെ വീട്ടിൽ സിമന്റ് പൂശാൻ വന്ന വേലന്റെ കൂടെ ഒളിച്ചോടി. അതിനകത്ത് വർഗീയതൊന്നുമില്ല, ഒളിച്ചോട്ടത്തിന് എന്ത് മതം. അപ്പൊ ആ പെണ്ണിനെ 3 മക്കൾ ഉപേക്ഷിച്ചിട്ട് ആ പെണ്ണ് ഭർത്താവിന് 40 ലക്ഷം രൂപയും 80 പവൻ സ്വർണവുമായിട്ട് പോകണമെങ്കിൽ ഞാൻ വിചാരിച്ചു സിമന്റ് പൂശാൻ വന്ന മേശിരി ഒന്നുകിൽ സുന്ദരനായിരിക്കും, അല്ലെങ്കിൽ ഇവൾ സുന്ദരിയായിരിക്കും. പക്ഷെ ആ പെണ്ണ് 45 വയസ്സുകാരി കോടതിയിൽ വന്നപ്പോ അവളുടെ ഫോട്ടോ മലയാള മനോരമയുടെ ഒരു പത്രത്തിൽ ഞാൻ കണ്ടു. ആദ്യം എനിക്കൊരു ഫോട്ടോയാന്ന് മനസ്സിലായില്ല, പെണ്ണാന്ന് മനസ്സിലായില്ല. ഞാൻ അവിടെ നോക്കി റോഡ് ക്ലോസ്ഡ് എന്നെങ്ങാനും ഒരു പരസ്യം ഉണ്ടോ. കാരണം എനിക്ക് തോന്നിയത് അതൊരു ടാറിന്റെ വീപ്പ കമന്തി വെച്ചാണ്. പിന്നെ ഞാൻ നോക്കി റോഡ് ക്ലോസ് എന്നോ അല്ലെങ്കിൽ തേക്കിടി വേസ്റ്റ് എന്നെങ്ങാനൊന്ന് കാണും എന്ന്. അല്ല, ആ പെണ്ണിന്റെ ഫോട്ടോയാണ്. അപ്പോ പ്രണയിക്കണമെങ്കിൽ അതിന് സൗന്ദര്യം ഒരു മാനദണ്ഡമല്ല. പക്ഷെ സ്വാഭാവികമായും അങ്ങനെ ഒരു മാനദണ്ഡമുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ദുനിയാവ് ഒരു അടിപൊളി പെണ്ണാണ്. ഈ ദുനിയാവ് ഒരു അടിപൊളി സുന്ദരി. അടിപൊളി സുന്ദരി എന്ന് പറഞ്ഞാൽ ആരാ? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മേറാജിന്റെ യാത്ര പോകുമ്പോ 7 ആകാശങ്ങളും താണ്ടിക്കടന്ന് 7 ആകാശങ്ങളും താണ്ടിക്കടന്ന് 7 ആകാശങ്ങളും നീണ്ട് 7 ആകാശങ്ങളും നീന്തിക്കടന്ന് ഹബീബായ നബി തങ്ങൾ സ്വർഗ്ഗത്തിന്റെ മുമ്പിലൂടെ നടന്നു പോകുമ്പോ ആ സ്വർഗ്ഗത്തിന്റെ മുമ്പിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂലിനെ ഒരു സുന്ദരി പെണ്ണ് മാറി വിളിച്ചുടത്രേ. ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, ആ നിൽക്കുന്ന പെണ്ണാരാ? നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, നബിയേ, ആ സുന്ദരിയായ നമ്മോടെ പോലെ അണിഞ്ഞറിയിരിക്കുന്ന സുന്ദരിയാരെന്നറിയോ? ജിബ്രീലിനോട് ചോദിച്ചു, ആ സുന്ദരിയാരാ? ജിബ്രീൽ പറയാരെന്നറിയോ? നബിയേ, ആ സ്വർഗ്ഗത്തിന്റെ മുമ്പിൽ മാടി വിളിച്ചതാരാ? സരിതയല്ല, അതാരെന്നറിയോ? ഹാദിഹി ദുനിയാ, ഇത് ദുനിയാവാണെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു കൊടുത്തു. മുഖറബൽ അംലാഖ് മലക്കു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അതുകൊണ്ട് ഏത് ചെറുപ്പക്കാരനെ മോഹിക്കാൻ കഴിയുന്ന, ഏത് ചെറുപ്പക്കാരുടെ ഹൃദയത്തെ ഇളക്കാൻ കഴിയുന്ന, എത്ര വലിയ ഹജ്ജ് ചെയ്തവന്റെ മനസ്സിനെയും ഇളക്കാൻ കഴിയുന്ന, ഏത് വലിയ കുത്തുബിൽ കിതാബിന്റെയും ഏത് വലിയ ഹാഫിദിന്റെയും ഏത് വലിയ പ്രവാസകന്റെയും മനസ്സിനെ ഇളക്കാൻ കഴിയുന്ന മാതകത്തിടമ്പായ മനോഹാരിയെ പോലെയാണ് ഈ ദുനിയാവ് നിങ്ങളുടെ മുമ്പിൽ അണിഞ്ഞു നിൽക്കുന്നതെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രഘോഷണം മുടങ്ങി സഹാബ, ഈ സുന്ദരി പെണ്ണായ ദുനിയാവിന്, ഈ നിലവിനെ നിങ്ങൾ ആരെങ്കിലും പ്രണയിച്ചു കഴിഞ്ഞാൽ, ആരെങ്കിലും ഈ നിലവിനെ പ്രണയിച്ചാൽ അവന്റെ ആഖിറം ഏറ്റവും വലിയ ദുഷ്കരമാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ആരാണോ ഈ പെണ്ണിനെ മോഹിക്കുന്നത്, ആരാണോ ദുനിയാവിനെ പ്രണയിക്കുന്നത്, അവൻ ആഖിറത്തിൽ കട്ടപ്പെടേണ്ടി വരും. അവന്റെ ഹിസാബ് ശരിയാവില്ല, അവന്റെ മീസാൻ എളുപ്പമാവുകയില്ല, അവന്റെ സിറാത്ത് എന്ന പാലം അവൻ കടക്കുകയില്ല, അവന്റെ നന്മതിന്മകളുടെ ത്രാസുകളിൽ, അവന്റെ നന്മയുടെ ത്രാസുകളിൽ ഭാരം കിട്ടുകയില്ല. ആരാണോ ദുനിയാവിനെ പ്രണയിക്കുന്നത്, ആരാണോ ഈ കാമുകയെ പ്രണയിക്കുന്നത്, അവന്റെ ആഖിറത്തിൽ അവൻ കട്ടപ്പെടേണ്ടി വരും. മറിച്ച് ആരാണോ ആഖിറത്തെ പ്രണയിക്കുന്നത്, ആരാണോ ആഖിറത്തെ പ്രണയിക്കുന്നത്, അവന്റെ ദുനിയാവിനെ കട്ടപ്പാട് നടന്നതായിരിക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. 2 പ്രണയികളെ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു. ഇത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ബുദ്ധിയുണ്ടെങ്കിൽ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്.
തീരുമാനിക്കേണ്ടത്. ബുദ്ധിയുണ്ടെങ്കിൽ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ആര് ദുനിയാവിനെ പ്രണയിച്ചോ അവന്റെ ആഖിറം കെട്ടപ്പാടിലാണ്. ആര് ആഖിറത്തെ പ്രണയിച്ചോ അവന്റെ ദുനിയാവ് കെട്ടപ്പാടാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഈ പ്രഭാഷണം കേൾക്കാൻ തടിച്ചുകൂടിയ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മദീനത്തെ പള്ളിയുടെ മിമ്പറിന്റെ ചുവട്ടിൽ നിന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് തുടങ്ങാം. നിങ്ങളെ തെരഞ്ഞെടുത്തുകൊള്ളുക, നിങ്ങളെ തെരഞ്ഞെടുത്തുകൊള്ളുക. നാളെ രാവിലെ ഉറക്കമെഴുന്നേൽക്കുമ്പോ നിങ്ങളുടെ മുമ്പിൽ നശിച്ചു കിടക്കുന്ന സാധനത്തെ വിട്ടിട്ട് ഒരിക്കലും നശിക്കാത്ത സുഗരസങ്ങളുടെ കലവറയെ നിങ്ങളെ തെരഞ്ഞെടുത്തുകൊള്ളുക. ആഖിറത്തെ നിങ്ങൾ പ്രണയിച്ചുകൊള്ളുക. നിഴലിനെ നിങ്ങൾ പ്രണയിക്കരുതെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ദുനിയാവിനെ സ്നേഹിച്ചാൽ ആഖിറം കെട്ടപ്പാടാണ്. ആഖിറത്തെ സ്നേഹിച്ചാൽ ദുനിയാവ് കെട്ടപ്പാടാ. ആഖിറത്തെ സ്നേഹിച്ചാൽ ദുനിയാവ് കെട്ടപ്പാടാ. നമ്മളല്ലേ ദുനിയാവിനെ സ്നേഹിച്ചവർ, ആഖിറത്തിലെ നമുക്ക് കെട്ടപ്പാടുന്നത്. അല്ലാഹുവിന്റെ ആഖിറത്തെ സ്നേഹിച്ചത് കൊണ്ടാണ് അവർക്ക് ദുനിയാവ് കെട്ടപ്പാടായത്. ആർക്കെന്നറിയോ? അമേരിക്കയുടെ പീരങ്കിയുടെ മുമ്പിൽ നെഞ്ചു വിരിച്ചു കൊടുത്ത ഫലസ്തീനിലെ പ്രിയപ്പെട്ട പോരാളികൾക്ക് ഈ ദുനിയാവ് കെട്ടപ്പാടിൻ്റെതായത്. തലചായ്ക്കാരന് കിടപ്പാടമില്ലാതായത്. അവരുടെ മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ടു പോയത്. ഫലസ്തീനിന്റെ തിരുവോരങ്ങള് പ്രിയപ്പെട്ട മാതാപിതാക്കളെ മയ്യത്ത് പിടിച്ചിട്ട് എനിക്കിനി ആരാണ് ഉപ്പയെ തരുന്നതെന്ന് തോന്നിക്കുന്ന ഈ ഫലസ്തീനിലെ യതീമക്കൾക്ക് അവർക്ക് ദുനിയാവിലെ കെട്ടപ്പാടുള്ളൂ. അവർക്ക് വാപ്പയില്ല, അവർക്ക് ഉമ്മയില്ല, അവർക്ക് ജീവിതത്തിലെ സഹോദരങ്ങളില്ല. പക്ഷേ അവർക്ക് ആഖിറത്തിൽ ചൊല്ലുമ്പോ അവരാഖിറത്തെ പ്രണയിച്ചവരാ. എത്രയോ പ്രാവശ്യം നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ബൈത്തുൽ മുഖദ്ദസിന്റെ മുമ്പിൽ നിന്നിട്ട് ചൂരപ്പട്ടാളക്കാരുടെ AK-47 തോക്കിന്റെ മുമ്പിൽ യാതൊരുവിധ പേടിയില്ലാതെ ഫുട്ബോൾ തട്ടുന്ന ഫലസ്തീനിലെ 12 വയസ്സുകാരൻ ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് ഞാനാ ചോദിച്ചത്, മോനെ നിന്റെ വാപ്പയുടെ? അവൻ ആകാശത്തേക്ക് കൈകൾ എത്തിയിട്ട് പറഞ്ഞു, ഇലാ റഹ്മത്തില്ലാ. എന്റെ വാപ്പ ഇസ്രായേൽ കൊന്നല്ല, എന്റെ വാപ്പ അമേരിക്ക കൊന്നല്ല, എന്റെ വാപ്പ പണച്ചറപ്പിന്റെ സ്വർഗത്തിലേക്ക് പോയി. മോനെ നിന്റെ ആഗ്രഹം എന്താ? എന്റെ വാപ്പയുടെ കൂടെ എനിക്ക് സ്വർഗത്തിലേക്ക് പോകണം. കാരണം ദുനിയാവിനവർക്ക് കെട്ടപ്പാടുള്ളൂ. അവരാഗ്രഹിച്ചത് സ്വർഗത്തെയാണ്. എന്തിനാണ് നമ്മൾ കരയുന്നത്? എന്തിനാ? സ്വന്തം പിതാവിന്റെ പുറകിൽ സ്കൂട്ടറിൽ കയറിയിട്ട് പുറകിൽ നിന്ന് കൊണ്ടുപോകുന്ന 12 വയസ്സുകാരിയെ സ്കൂട്ടറിൽ നിന്ന് പിടിച്ചിറക്കി 14 പേര് കൂട്ടമായി മാനവങ്ങന്തേട് മുസഫർ നഗറിലെ പാവപ്പെട്ട 12 വയസ്സുകാരിയെ വലിച്ചെറിയുമ്പോ അവർക്ക് ദുനിയാവിലെ കെട്ടപ്പാടുള്ളൂ. അവർക്ക് നാളെ ആഖിറത്തിലെ കെട്ടപ്പാടില്ല. കാരണം അവരാരും നിഴലിനെ പ്രണയിച്ചവരല്ല എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അമേരിക്കയുടെ ഏകാധിപത്യ സിംഹാസനത്തിന്റെ മുമ്പ് ഈജിപ്തിലെ പാവപ്പെട്ട നിരപരാധികളെ കൊന്നു നടന്ന അബ്ദുറഹ്മാൻ സിസി എന്ന ഏകാധിപതിയുടെ തോക്കിന്റെ കുടല് 7 ലക്ഷത്തോളം വരുന്ന പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ നേരെ വിമാനവേദ പീരങ്കികൾ കൊണ്ട് വെടിവെക്കുമ്പോ കൊല ചെയ്യപ്പെട്ട പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ ഫോട്ടോ ഈ ഈജിപ്തിലെ റാബിയ സ്ക്വയറിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ റാബിയ സ്ക്വയർ മുസ്ലിം മുബാറക്കിന്റെ കിരാതബന്ധത്തിന്റെ പ്രേതാത്മാക്കൾ കൊല ചെയ്ത കൊച്ചുമക്കളുടെ ചിത്രത്തിന്റെ നാളെ എഴുതി വെച്ചിട്ടുണ്ട്. നാളെ ആഖിറത്തിൽ വരുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈജിപ്തിൽ പോയാൽ വെടിയുണ്ടേറ്റ് പിടന്ന് വീണ പാവപ്പെട്ട നിരപരാധികളായ കൊച്ചുമക്കളെ ചിത്രത്തിന്റെ നാളിൽ ഖുർആനായി എഴുതി വെച്ചിട്ടുണ്ട്. നാളെ ആഖിറത്തിൽ വരുമ്പോ ഇവിടെയല്ലേ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊല്ലാൻ കഴിവോ? നാളെ ആഖിറത്തിൽ വരുമ്പോ അല്ലാഹു ചോദിക്കും ഈ മക്കളോട്, മക്കളെ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഈ പിഞ്ചുബാല്യങ്ങളെ കൊന്നരിഞ്ഞിടണ്ട്? റബ്ബ് ചോദിക്കുമെന്ന് ആയത്തിപ്പോഴും ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ ഫോട്ടോയുടെ താഴെ വെച്ചിട്ടുണ്ട്. കാരണം എന്താ? ആഖിറത്തെ സ്നേഹിക്കുന്നവര് ദുനിയാവിലെ കെട്ടപ്പാടാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ അവരെ ഓർത്ത് കരയും, അവരാഖിറത്തിൽ ഇരുന്ന് ചിരിക്കും. കാരണം എന്താ? ആഖിറത്തെ സ്നേഹിക്കുന്നവന് ദുനിയാവ്
കഷ്ടപ്പാടാണ്. നിഴലിനെ പ്രണയിക്കുന്നവന് ആഖിറ കഷ്ടപ്പാടാണ്. ഇത് പേര് വേണം, ഏതാ വേണ്ടേ? ആഖിറത്തെ സ്നേഹിച്ചിട്ട് ദുനിയാവിൽ കഷ്ടപ്പാട് സഹിക്കണോ? നിഴലിനെ പ്രണയിച്ചിട്ട് ആഖിറത്തിന് കഷ്ടപ്പാട് സഹിക്കണം? ഏതാ വേണ്ട? കുഴഞ്ഞു. ഇതിപ്പോ കുഴഞ്ഞു. കാരണം എന്താ? ഇതിപ്പോ ഏത് പറഞ്ഞാലും കുഴയും. നിങ്ങളുടെ തീരുമാനം എന്താ? നിഴലിനെ പ്രണയിച്ചിട്ട് ആഖിറം കഷ്ടപ്പാടിലാവണോ, അതല്ല ആഖിറത്തെ സ്നേഹിച്ചിട്ട്? ഇവിടെ രണ്ട് കമ്പാരിസൺ ഉണ്ട്. ഒന്ന് ആഖിറത്തെ പ്രണയിച്ചവർ, ഇത് നീങ്ങിപ്പോകുന്ന നിഴലിനെ, നീങ്ങാത്ത നിഴൽ. അത് ഞാൻ പറയും ഖുർആൻ. അള്ളാഹു പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. ഉറക്കെ അള്ളാഹു നമ്മളങ്ങനെ ആക്കി തരട്ടെ. അള്ളാഹു ആക്കി തരട്ടെ. 2 മണിക്കൂർ നിങ്ങളും ഞാനും മെനക്കെട്ടിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊണ്ട് കാര്യമില്ല. കുറെ കഥകളും ഒക്കെ പറഞ്ഞു കൊടുത്ത് കാര്യമില്ല. ആ പറയുന്നത് അങ്ങനെ പെട്ടെന്ന്